ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മീനു അനുവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, നിന്റെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് സമയം കൊടുക്ക്, അവര് നിന്നെ മനസ്സിലാക്കുക തന്നെ ചെയ്യും. നീ വിളിച്ചിട്ടല്ല അലോക് ഇവിടെ കയറി വന്നതെന്നുള്ള സത്യം അച്ഛൻ മനസ്സിലാക്കും. അതുവരെ നീ ക്ഷമയോടെ കാത്തിരിക്കണം എന്നൊക്കെ പറയാം. അത് കേൾക്കുന്ന അനു പറയും, ഇല്ല മീനു ചേച്ചി, ഞാൻ തെറ്റുകാർ തന്നെയാ. ഞാൻ കാരണമല്ലേ ആനന്ദേട്ടനും ദേവിയടത്തേക്കും അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. ദേവിയടത്തിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്ന് പറഞ്ഞ് വീണ്ടും കരയാണ്. അത് സാരമില്ലാനു, അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി എന്നും കരുതി നീ സ്വയം മരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനുമുള്ള പരിഹാരമാകുമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എടത്തി, എൻ്റെ പൊട്ട മനസ്സിൽ അങ്ങനെ ഒന്ന് തോന്നിപ്പോയി, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല എന്ന് പറയണേ. അത് കേൾക്കുന്ന മീനു പറയും, ഇങ്ങനെ തന്നെ വേണം. ദേവിയെടുത്തെയും ആനന്ദേട്ടനെയും ഇപ്പോൾ ഉണ്ടായ ഈ ഡ്രോമയിൽ നിന്ന് നമ്മൾ വേണ്ടേ പുറത്തു കൊണ്ടുവരാൻ. അതിനുവേണ്ടി നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. ദേവിയെടുത്തിടെ എടുത്തു പോയി നിന്റെ മനസ്സിലുള്ളതെല്ലാം ഏറ്റു പറഞ്ഞ് നീ ക്ഷമ ചോദിക്കണം. അപ്പം നിന്റെ മനസ്സൊന്ന് ശാന്തമാകും അനു എന്ന് മീനു പറഞ്ഞു കൊടുക്കാണ്. അത് കേൾക്കുന്ന അനു പറയും, ഇല്ല, എന്നെക്കൊണ്ടത് സാധിക്കില്ല. ദേവിയെടുത്തിടെ മുഖത്ത് നോക്കാനുള്ള മനക്കെട്ടിയൊന്നും എനിക്കില്ല ചേച്ചി എന്ന് പറയുകയാണെ. അപ്പം മീനു പറയും, നമ്മുടെ ദേവിയെടുത്തല്ലേ, ദേവിയെടുത്തേക്ക് ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് സംഭവിച്ചിരിക്കുന്നത്. അപ്പം നീ ഇങ്ങനെ മാറികൂടി നിന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ അകലം ഉണ്ടാക്കുകയുള്ളൂ. ദേവിയെടുത്തിടെ എടുത്ത് ചെന്ന് നീ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയണം. ദേവിയെടുത്ത് ചിലപ്പോൾ നിന്നെ തല്ലുമായിരിക്കും, എങ്കിലും നീ അത് ക്ഷമയോടെ കൊള്ളണം എന്ന് പറയണേ. അത് കേൾക്കുന്ന അനു പറയും, ദേവിയെടുത്ത് എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ എനിക്ക് ദേവിയെടുത്തിടെ ആനന്ദേട്ടൻ്റെ മുഖത്ത് നോക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് വീണ്ടും കരയും. കേൾക്കുന്ന മീനു പറയും, ഇപ്പം തന്നെ പോയി ക്ഷമ പറയണമെന്നല്ല, നീ നിന്റെ മനസ്സൊന്ന് ആദ്യം ശാന്തമാക്കാനോ, അതിനുശേഷം ദേവിയുടെ അടുത്ത് പോയി നീ ക്ഷമ പറയണം, നിന്റെ തെറ്റുകൾ ഏറ്റു പറയണം. അതാ നീ ചെയ്യേണ്ടത്. അത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാശ്വാസമാകും എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി ഇങ്ങനെ പൊട്ടത്തരമൊന്നും നീ ചിന്തിച്ചേക്കരുത്. ഇങ്ങനെയൊക്കെ തോന്നുമ്പം ഒന്ന് മാത്രം ആലോചിക്കുക, നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്നോടുള്ള കളങ്കമറ്റ സ്നേഹം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അനുമോളോടുള്ള സ്നേഹം, നിന്റെ നഷ്ടം ഞങ്ങളൊക്കെ അതിജീവിക്കുമെന്ന് നീ എങ്ങനെ വിശ്വസിച്ചനു എന്ന് വീണ്ടും മീനു ചോദിക്കാം. ഞാൻ അങ്ങനെ ഒന്നും കരുതിയില്ല മീനു ചേച്ചി എന്ന് അനു പറയാണ് കേട്ടോ. ഇനി ഒരിക്കലും ഈ വക ചിന്തകളൊന്നും നിന്റെ മനസ്സിലേക്ക് വരാനേ പാടില്ല. നമ്മുടെ അച്ഛനും അമ്മയും നിന്നോട് ക്ഷമിക്കും, അത് അധികം വിദൂരമല്ല എന്നും പറഞ്ഞ് മീനു അവിടെ നിന്ന് പോവാണേ. മീനു ആണെങ്കിൽ കുറച്ച് ആഹാരം എടുത്തുകൊണ്ട് ദേവിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. അപ്പം ദേവിയാണെങ്കിൽ ചിന്തിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അത് കാണുന്ന മീനു പറയും, ദേവിയെടുത്തി ആഹാരവും കഴിക്കാതെ ഇങ്ങനെ എന്ത് ഭാവിച്ചാണ് നടക്കുന്നേ? ദേവിയെടുത്തിയുടെ ശരീരം എത്രമാത്രം വീക്കാണെന്ന് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് വെള്ളവും ആഹാരവും ഒക്കെ കഴിക്കണം കേട്ടോ എന്ന് പറയാം. അത് കേൾക്കുന്ന ദേവി പറയും, ഇനി ആർക്കു വേണ്ടിയാ മീനു ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്? ഇത്രയും നാളും നീ എനിക്കിഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി ഊട്ടി, അത് എൻ്റെ കുഞ്ഞിനും കൂടി വേണ്ടിയായിരുന്നില്ലേ? ഇന്നിപ്പം അവൻ എൻ്റെ കൂടെ ഇല്ലല്ലോ മീനു, ഇനി എന്തിനാ? ഞാൻ എന്ത് കഴിച്ചാലെന്ത്, കഴിച്ചില്ലേലെന്ത് എന്ന് ചോദിക്കാം. ദേവിയെടുത്തി എന്തൊക്കെയാ ഈ പറയുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേവിയെടുത്തേ വേണം, പഴയ ദേവിയെടുത്തേ. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കാതെ നമ്മുടെ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയാത്തതാ, അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കടത്തി എന്ന് പറഞ്ഞ് ആഹാരം എടുത്ത് ദേവിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ നോക്കുവാണ്. അപ്പോൾ ദേവി കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കണം, എടുത്ത് എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ ഈ മീനു ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കൂ എന്ന് പറയാം. നീ എന്നെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കല്ലേ മീനു എന്ന് ദേവി അപ്പം പറയണം കേട്ടോ. അപ്പം മീനുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ദേവി മീന് കൊടുക്കുന്ന ആഹാരം കഴിക്കാൻ തയ്യാറാവുകയാണ്. അപ്പം ഇതേ സമയം തന്നെയാണ് ഹനുമോള് ദേവിയുടെ റൂമിലേക്ക് വരുന്നത്. ഹനുമോനെ കാണുമ്പം ദേവിയാണ് ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എടുത്തി എന്നോടൊന്നും മിണ്ടെടുത്തി എന്നും പറഞ്ഞാൽ അനു ഓടിപ്പോയി ദേവിയുടെ കാലുകളിലേക്ക് വീഴുക. എന്നോട് ക്ഷമിക്കെടുത്തി, എനിക്കറിയാം ഞാൻ കാരണമാണ് എടുത്തിക്ക് എല്ലാം നഷ്ടപ്പെട്ടത്, ഞാൻ ഒരാൾ കാരണമാണ് ഈ കുടുംബത്തിൻ്റെ സർവ്വ സന്തോഷങ്ങളും അവസാനിപ്പിച്ചത്, എന്നോട് ക്ഷമിക്കെടുത്തി, ഈ പാപിയാ ഞാൻ, മഹാപാപി, നമ്മുടെ കുഞ്ഞിനെ കൊന്ന മഹാപാപി എന്നും പറഞ്ഞ് അനുവാണ് പൊട്ടിക്കരയാണ് കേട്ടോ ദേവിയുടെ കാലുകൾ പിടിച്ചോണ്ടേ. അത് കാണുമ്പോൾ മീനുവാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ആ വഴി നമ്മുടെ ആര്യൻ വരിക. അപ്പോൾ അനുവിൻ്റെ ശബ്ദം കേൾക്കുമ്പം ആര്യൻ അവൾ എന്താ പറയുന്നതെന്ന് അറിയാൻ ശ്രദ്ധിക്കുകയാണ്. അനുവിൻ്റെ കരച്ചിൽ പുറത്തേക്ക് കേൾക്കാം കേട്ടോ. അപ്പോഴത്തേക്കും അനു വീണ്ടും പദം പറഞ്ഞ് കരയുകയാണ്. അലോക് അവൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുമെന്ന് ഞാൻ കരുതിയില്ല ചേച്ചി, അവനുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചതാ, എന്നിട്ടും അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നതിന് ശേഷം പോകാൻ അവനോട് 1000 തവണ ഞാൻ പറഞ്ഞതാ, അതൊന്നും കൂട്ടാക്കാതെയാ അവൻ ഇവിടെ തന്നെ നിന്നത്. അമ്മയെ രക്ഷിക്കുന്നതിനിടയിൽ ഏടത്തെ പിടിച്ച് ചവിട്ടിയതുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടത്. ഏടത്തിക്ക് ഇത്രയും വലിയ തീരാവേദന ഉണ്ടായത്, എന്നോട് ക്ഷമിക്കെടുത്തി എന്നും പറഞ്ഞ് വീണ്ടും കരയാ. ഇത് കേൾക്കുന്ന ആര്യന് രക്തം തിളക്കുകയാണ് കേട്ടോ. ആര്യൻ ദേഷ്യപ്പെട്ടുകൊണ്ട് എടി മഹാപാപി എന്ന്
എന്നും പറഞ്ഞ് റൂമിലേക്ക് കയറി വരിക. എന്നിട്ട് അനുവിനെ വലിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. നീ ആണോടി ഈ ദുഷ്ടത്തരങ്ങൾക്കൊക്കെ കാരണക്കാരി? നിനക്ക് എങ്ങനെ തോന്നിയടി പാവം എൻ്റെ ഏടത്തിയുടെയും ഏട്ടൻ്റെ ജീവിതം ഈ രീതിയിൽ തകർത്ത് കളയാൻ? നിനക്ക് ഈ ലോകത്ത് ആരുമായിട്ടും ബന്ധം സ്ഥാപിക്കാൻ തോന്നിയില്ലേടി? ആ നശിച്ചവനെ കിട്ടിയോളോ എന്നൊക്കെ ആരും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ് കേട്ടോ. എന്നിട്ട് അനുവിനെ തലങ്ങും വിലങ്ങും അടിക്കുക. ഇത് കാണുന്ന മീനു ഓടി വന്ന് ആര്യനെ പിടിച്ചു മാറ്റാനായിട്ട് നോക്കുക. ആര്യ, നീ എന്തായി കാണിക്കുന്നത്? അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചതാണെന്ന് പറഞ്ഞില്ലേ? അവനിവിടെ കയറി വന്നത് അവളുടെ അറിവോടെയും അല്ല. ഇടത്തെ ചവിട്ടുവന്നൊന്നും അവൾക്കറിയത്തില്ലല്ലോ. നീ ഇനി അവളെ പിടിച്ചിങ്ങനെ തലയിട്ട് എന്ത് കിട്ടാനാ എന്ന് ചോദിക്കുക. ഈ ശബ്ദം കേട്ടുകൊണ്ട് ഗോമതിയും ബാലനും ഒക്കെ റൂമിലേക്ക് കയറി വരിക. അപ്പം അനുവിനെ തല്ലി ചതയ്ക്കുന്ന ആര്യനെ കാണുന്ന ഗോമതി ഓടിപ്പോയി പിടിച്ചു മാറ്റാനായിട്ട് നോക്കുക. അനുവിനെ വിട ആര്യ എന്നും പറഞ്ഞേ. അമ്മയ്ക്ക് അറിയാവോ ഇവള് കാരണം അമ്മേ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്? അതോ അമ്മയ്ക്കും എല്ലാവർക്കും ഇത് അറിയാവോ എന്ന് ആര്യം ചോദിക്കുക. അത് കേൾക്കുന്ന ഗോമതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പം ആര്യം പറയും, ഓഹോ, അപ്പം ഞാൻ മാത്രമല്ലേ ഒന്നും അറിയാത്ത ഒരു പൊട്ടനെ പോലെ ഇവിടെ നിൽക്കുന്നത്? അപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിട്ടും ആ ദുഷ്ടനെ സംരക്ഷിക്കാനാണോ നിങ്ങളെല്ലാം നോക്കുന്നത്? ഇവൾ ഇത്രയും വലിയൊരു മഹാഭാവം ചെയ്തിട്ട് ഇവളോടും ഒന്നും പറയാതെ നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഗോമതി പറയും, നടന്നത് നടന്നു, ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നത്തിന് നമ്മൾ പോകണ്ട മോനെ എന്ന് പറയാം. ഇങ്ങനെ ഓരോ തവണയും ക്ഷമിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് അവൻ നമ്മുടെ തലയിൽ കയറി നിരകുന്നത്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇതിപ്പം ഏട്ടനും ഏടത്തിക്കും അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അവനിപ്പോൾ ഒരു കൊലപാതകയാണ്. അതിന് കൂട്ടുനിന്നതോ എൻ്റെ പുന്നാര അനിയത്തിയും എന്ന് പറയണേ. അപ്പോൾ ഈ ബഹളങ്ങളൊക്കെ കേട്ടുകൊണ്ട് ആകാശം അങ്ങോട്ട് വരിക. അപ്പോൾ ആകാശം ചോദിക്കും, എന്താ ഇവിടെ ബഹളം? പുറത്ത് കേൾക്കാലോ എന്നിങ്ങനെ ചോദിക്കുമ്പം ആര്യം പറയും, ഏട്ടൻ അറിഞ്ഞോ നമ്മുടെ ഏടത്തിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അല്ല ഏട്ടാ, നഷ്ടപ്പെടുത്തിയതാ ആ കൃഷ്ണമംഗലത്തെ അലോക്. അവനിവിടെ വന്നിരുന്നു ദേ ഈ നശിച്ച ഇവളെ കാണാൻ എന്ന് പറയാം. അപ്പോൾ അനുവിനെ കാണാൻ അലോക് ദേവമംഗലത്ത് വന്നു എന്നുള്ള വാർത്ത കേട്ടത് വിശ്വസിക്കാനാകാതെ നമ്മുടെ ആകാശം നിൽക്കുക. ആര്യനോട് പറയും, നീ എന്തൊക്കെയായി പറയുന്നത്? നമ്മുടെ അനുമോളെ കാണാൻ അലോക് എന്തിനാ ഇവിടെ വരുന്നേ? ഇവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നേട്ടാ. നമ്മളെയൊക്കെ മണ്ടന്മാരും മണ്ടികളും ആക്കിക്കൊണ്ട് ഇവള് ആ കൃഷ്ണമംഗലത്തെ അലോകവുമായിട്ട് സ്നേഹത്തിലായിരുന്നത്രേ. എനിക്കിത് നേരത്തെ സംശയം തോന്നിയതാ. പക്ഷെ മിത്ര എന്നോട് പറഞ്ഞു, നമ്മുടെ അനുമോള് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് അലോകിനോടൊപ്പം കണ്ട പെണ്ണ് വേറെ ആരോ ആണെന്ന് ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. എൻ്റെ അനീതി ഒരിക്കലും ഈ കുടുംബത്തെ ചതിക്കില്ലെന്ന് ഞാനും വിശ്വസിച്ചു. പക്ഷെ ഇവളിപ്പം ഈ കുടുംബത്തെ ഒന്നാകെ തകർത്ത് കളഞ്ഞില്ലേ ഏട്ടാ എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ആകാശിന് ആരിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ആരും ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോയി ഒരു വെട്ടുകത്തിയായിട്ട് വരികയാണ്. അവനെ ഇങ്ങനെ വിട്ടാ ഇനി അവൻ ഒരിക്കലും ദേവമംഗലത്തുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് ഈ വീടിന്റെ പടി ചവിട്ടാൻ പാടില്ല. അവൻ അതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുറക്കുന്ന ആര്യനെ ബാലൻ തടയുക. നീ എവിടേക്ക് ആര്യ പോകുന്നത്? അച്ഛൻ എന്താ ഈ പറയുന്നത്? അവൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അവനെ വെറുതെ വിടണമെന്നോ? ഓരോ തവണയും അവൻ ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പം നമ്മൾ കണ്ണടച്ച് വിടുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവന് ധൈര്യം വരുന്നത്. ഇത്തവണ ഞാൻ ക്ഷമിക്കില്ല. എൻ്റെ ഏട്ടൻ്റെയും ഏടത്തിയുടെയും ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചിട്ട് അവൻ അവിടെ സന്തോഷത്തോടെ ജീവിക്കേണ്ട. എന്നിട്ട് അനുവിനോട് പറയും, നിനക്കുള്ളത് ഞാൻ വന്നിട്ട് തരാടി എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പം ബാലൻ തടയോ. ഒന്നും വേണ്ട, ഈ കുടുംബത്തിലെ ഗ്രഹനാഥൻ ഞാൻ പറയുന്നു ഇപ്പോൾ ഒരു പ്രശ്നത്തിനും പോകണ്ടെന്ന് എന്ന് പറയുന്ന കേൾക്കുന്ന ആര്യനും ആകാശനും അച്ഛനോട് ദേഷ്യം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ആകാശ് പറയും, അല്ലെങ്കിലും ഇത് അങ്ങനെയാ. ഓരോ തവണയും അച്ഛനും അമ്മയും കൂടിയാ അവന് വളം വെച്ച് കൊടുക്കുന്നത്. അച്ഛനും അമ്മയും ഞങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കേയില്ല. അതുകൊണ്ട് എന്താ ഓരോ തവണയും അവൻ ഓരോരോ തെറ്റുകൾ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പം ബാലൻ പറയും, അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കും ഉണ്ട്. എൻ്റെ ദേവിമോളുടെയും ആനന്ദിൻ്റെയും ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ അവനെ സ്വയം എൻ്റെ കൈകൊണ്ട് തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷെ ഞാനത് ചെയ്യാത്തത് ഇവളുടെ അച്ഛനായി ഞാൻ പോയില്ലേ? അവൻ ഈ വീട്ടിൽ എന്തിനു വന്നു എന്നൊരു ചോദ്യം ഈ നാട്ടുകാർ മുഴുവൻ ചോദിക്കുമ്പോൾ എന്തുത്തരം പറയണം? മകളെ കാണാനായിട്ട് കാമുകൻ ആരും കാണാതെ ദേവമംഗലത്ത് കയറി വന്നതാണെന്നോ? അവൻ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഇവിടുത്തെ മരുമകളെ ചവിട്ടി വീഴ്ത്തി കുഞ്ഞില്ലാതാക്കിയെന്നോ? ഇതെങ്ങനെ ഞാൻ നാട്ടുകാരോട് പറയും എന്ന് ബാലൻ ചോദിക്കുക. ഇപ്പം നീ അവിടെ പോയി ബഹളം വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടുകാർ മുഴുവനും കാര്യങ്ങൾ അറിയും. പിന്നെ ഇവളുടെ ജീവിതം എന്താകും? ഇവളുടെ ജീവിതം മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം എന്താകും? പിന്നെ ഈ ഗോമതി സ്റ്റോഴ്സ് ബാലൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? സ്വന്തം മോൾക്ക് നല്ലത് പറഞ്ഞ് പഠിപ്പിക്കാൻ ത്രാണിയില്ലാത്ത ബാലന് നാട്ടുകാരെന്നെ പരിഹസിക്കുന്നത് കേൾക്കേണ്ടി വരില്ലേ എന്നൊക്കെ ബാലൻ പറയാണ് കേട്ടോ. ബാലൻ്റെ ഈ വാക്കുകൾ കേട്ട് കഴിയുമ്പം ആകാശവും ആര്യനും പരസ്പരം നോക്കുകയാണ്. ആര്യൻ്റെ ദേഷ്യം കുറച്ചൊന്നടങ്ങുക. അച്ഛൻ പറയുന്നതിലും
അനുമോളുടെ സ്വഭാവശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാകും അത് കൂടുതൽ പോകാൻ പോകുന്നതെന്ന് ആകാശിനും ആര്യനും ബോധ്യപ്പെടുകയാണ്. അപ്പം മീനും പറയും, അച്ഛൻ പറയുന്നത് നിങ്ങളൊന്ന് അനുസരിക്കുക, ഇപ്പോൾ ഒന്നും എടുത്ത് ചാടി ചെയ്യരുത്, നമുക്കായിരിക്കും കൂടുതൽ നഷ്ടം വരുന്നത്. ദേവിയടുത്തേക്കും ആനന്ദേട്ടനും ഉണ്ടായ നഷ്ടത്തിനു പുറമെ നമ്മുടെ കുടുംബം ഒന്നാകെ ഇല്ലാതാകും, നാണക്കേട് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കാകും പോകുന്നത് എന്ന് പറയാണ് കേട്ടോ. എങ്കിലും ആകാശിൻ്റെ ആര്യൻ്റെ ദേഷ്യം അടങ്ങുന്നില്ല. ഇങ്ങനെ ഓരോ തവണയും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ തടയുന്നു. ആദ്യം അവൻ അമ്മയെ കൊല്ലാൻ നോക്കി, ഇപ്പം ഏടത്തിയുടെ കുഞ്ഞിനെയും കൊന്നു, ഇനിയും അവൻ ഇവിടെയുള്ളവരെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ തടയുക തന്നെ വേണം കേട്ടോ എന്നും പറഞ്ഞ് ആര്യനും ആകാശവും അങ്ങ് കയറിപ്പോവാണ് കേട്ടോ. അപ്പം അനുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തകർന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ബാലൻ അനുവിനെ മൈൻഡ് പോലും ചെയ്ത് അങ്ങോട്ട് പോകുമ്പം അച്ഛ എന്നും പറഞ്ഞ് അനു ചെല്ലുകയാണ്. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് അനു, നീ കാരണം ഞാൻ സ്വപ്നം പോലെ കൊണ്ടു നടന്നിരുന്ന എൻ്റെ കുടുംബമാണ് ഇന്ന് തകർന്നടിഞ്ഞിരിക്കുന്നത്. നീ കാണുന്നില്ല നിന്റെ ഏടത്തി നിന്നെ എന്തുമാത്രം സ്നേഹിച്ചതാ, ഈ ഗോമതിയുടെ സ്ഥാനത്ത് തന്നെ ആയിരുന്നില്ലേ നിനക്ക് അവളും, എന്നിട്ട് അവളോട് നീ എന്ത് വലിയ തെറ്റാടി ചെയ്തത് എന്ന് ബാലൻ ചോദിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പം ദേവിക്കും എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. അച്ഛൻ ഇനിയും അനുമോളെ വേദനിപ്പിക്കല്ലേ അച്ഛ, അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ, അലോക് ഇവിടെ കയറി വരുമെന്ന് അവക്കും നിശ്ചയം ഉണ്ടായിരുന്നില്ലല്ലോ, അവൻ എന്നെ ചവിട്ടിയന് അനുമോളെ എന്തിനാ അച്ഛ കുറ്റപ്പെടുത്തുന്നതെന്ന് പറയാം. അപ്പം ദേവിയോട് പറയും, മോളുടെ നല്ല മനസ്സുകൊണ്ടാ മോൾ ഇപ്പോഴും ഇവളെ അനുകൂലിച്ച് സംസാരിക്കുന്നത്, പക്ഷെ ഇവള് എന്നോടും ഈ കുടുംബത്തോടും ചെയ്ത ചതി ഈ ബാലൻ മരിക്കുവോളും മറക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങോട്ട് പോവുക. ഇതെല്ലാം കണ്ടും കേട്ടും ഗോമതിയുടെ മനസ്സ് ആകെ മടുക്കാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഗോമതി കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. ഗോമതിയുടെ അവസ്ഥ കാണുന്ന മീനുവിനും ഒരുപാട് സങ്കടമാവുക. എന്നിട്ട് ഗോമതി പറയും, എൻ്റെ കുടുംബം കണ്ടില്ലേ പോകുന്നത്, ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കാണാനാണോ ഞാനും ബാലേട്ടനും ഇത്ര കഷ്ടപ്പെട്ടത് എന്നൊക്കെ പദം പറഞ്ഞ് കരയുക. ഇത് കാണുന്ന മീനു പറയും, അമ്മേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തളർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്താ അമ്മേ ചെയ്യുക, നമ്മുടെ കുടുംബത്തിലുണ്ടായ ഈ ദുരന്തത്തിൽ നിന്നും നമ്മുടെ വീടിനെ രക്ഷിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇനി ഈ കാര്യം അറിയാനായിട്ട് ആനന്ദേട്ടൻ മാത്രമേ ഉള്ളൂ, ആനന്ദേട്ടനോട് ദയവ് ചെയ്ത് ആരും അറിയിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്ന് മീനു പറയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.